NSSനെ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും BJPയുമാക്കാൻ ആരും ശ്രമിക്കരുതെന്ന് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ. ശബരിമലയിൽ വികസനം വേണമെന്ന സർക്കാരിന്റെ അഭിപ്രായത്തിനൊപ്പമാണ് NSS നിന്നത്. അതിശക്തമായ എതിർപ്പുകളെ അതിജീവിച്ചാണ് വളർന്നു വന്നത്. മാന്യമായി പ്രവർത്തിക്കുന്ന NSSനെ കേവലം ലാഭേച്ഛ കൊണ്ട് നശിപ്പിക്കാനാകില്ല എന്നും ജി സുകുമാരൻ നായർ പറഞ്ഞു. വിജയദശമി സമ്മേളനത്തിൽ ജി സുകുമാരൻ നായർ നിലപാട് വ്യക്തമാക്കുകയായിരുന്നു. ഷിനോജ് എസ്.ടി വിവരങ്ങളുമായിട്ടുണ്ട്. ഷിനോജ്, ഈ ആരുടെയും ലാഭേച്ഛയ്ക്ക് വേണ്ടി NSSനെ അത്തരത്തിൽ ആ അഭിപ്രായങ്ങളുടെ കൂട്ടിക്കെട്ടരുതെന്നുള്ളതാണ് കൃത്യമായി ഇപ്പോൾ സുകുമാരൻ നായരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഒരു പ്രതികരണം എന്ന് പറയുന്നത്. ഇത് ആർക്കുള്ള മറുപടിയാണ്? അക്ഷയ, ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്കാണ് പെരുന്നയിൽ ഇത്തരത്തിൽ ഈ ചങ്ങനാശ്ശേരി താലൂക്ക് യൂണിയന്റെ വിജയദശമി സമ്മേളനം വിളിച്ചു ചേർത്തിരുന്നത്. അതിൽ ഉദ്ഘാടകനായിരുന്നു NSSന്റെ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ. അവിടെ നടന്ന ഈ ചടങ്ങിലാണ് ഇത്തരത്തിൽ സുകുമാരൻ നായർ ഇത്തരത്തിലൊരു പ്രസംഗം നടത്തിയിരിക്കുന്നത്. കാരണം NSSന്റെ നിലപാട് എന്ന് പറയുന്നത് അത് സമദൂര നിലപാട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ NSSന് ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ BJPയോ ആക്കാൻ ആരും ശ്രമിക്കേണ്ട കാര്യമില്ല എന്നതാണ് NSSന്റെ നിലപാട് എന്ന് അദ്ദേഹം ഈ വേദിയിൽ വെച്ച് പറയുകയുണ്ട്. മാത്രമല്ല, ചില മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ചില ദൃശ്യ മാധ്യമങ്ങൾ NSSനെതിരെ ഇത്തരത്തിൽ NSSനെ വ്യക്തിപരമായി തകർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ തന്നെ നടത്തുന്നു. കാരണം അവിടെയും ഇവിടെയും ഒക്കെ തന്നെ ഫ്ലക്സുകൾ പൊങ്ങി, കട്ടപ്പ ഫ്ലക്സ് എന്നൊക്കെ പറഞ്ഞ് NSSനെ ഇത്തരത്തിൽ വ്യക്തിഹത്യ നടത്തുന്നതിന് വേണ്ടിയും ഒക്കെ, അതായത് ജനറൽ സെക്രട്ടറി തന്നെ വ്യക്തിഹത്യ നടത്തുന്നതിന് വേണ്ടിയും NSSനെ തകർക്കുന്നതിന് വേണ്ടിയും ഒക്കെ തന്നെ ചില ചാനലുകൾ ശ്രമിക്കുന്നു എന്ന കാര്യം കൂടി അദ്ദേഹം അവിടെ വെച്ച് പറയുകയുണ്ടായി. പ്രത്യേകിച്ച് ശബരിമലയുടെ വികസനമാണ് ഞങ്ങളുടെ ലക്ഷ്യം, അത് ഭക്തരുടെ വിശ്വാസമാണ്, ഭക്തരുടെ വിശ്വാസത്തിനൊപ്പം NSS എല്ലാ കാലത്തും നിലനിൽക്കും എന്നും അദ്ദേഹം പറയുകയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ ഇത്തരത്തിൽ ഈ സർക്കാർ അനുകൂല നിലപാട് NSS എടുത്ത സമയത്തൊക്കെ തന്നെ ഈ രാഷ്ട്രീയ ഉപചാരകളിൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇത്തരത്തിൽ ഇടനിലക്കാരനായി മാറിയത് മന്ത്രി KB ഗണേഷ് കുമാറോ മന്ത്രി VN വാസവനോ ആണ് എന്നുള്ള കാര്യത്തിലാണ് ചില സംശയങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതിലൊരു സ്ഥിരീകരണം ഇപ്പോൾ ജനറൽ സെക്രട്ടറി നടത്തുകയാണ്. അത്തരത്തിൽ ഒരു ദൂതനായി, സർക്കാരിന്റെ ദൂതനായി പെരുന്നയിലേക്ക് എത്തിയത് മന്ത്രി VN വാസവൻ തന്നെയാണ് എന്ന് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ പറയുകയാണ്. അങ്ങനെ ഇടപെടുകയാണ്. എന്തായാലും നിലപാടിൽ മാറ്റമില്ല. അയ്യപ്പ സംഗമത്തിന് ശേഷം സ്വീകരിച്ച നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അതേ സമയത്ത് തന്നെ തനിക്കെതിരെ ഉണ്ടാകുന്ന പ്രതിഷേധങ്ങളെ പ്രതിരോധിക്കുക, ഒപ്പം തന്നെ NSSനെതിരായിട്ടുള്ള പ്രതിഷേധങ്ങളെ പ്രതിരോധിക്കുക കൂടിയാണ് ജി സുകുമാരൻ നായർ ചെയ്യുന്നത്.